ഇപ്പോഴും ഞാൻ വേദനിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരാൾക്കാണ് എൻ്റെ ജീവനെ എൻ്റെ അടുത്തോട്ട് പോയത്. എൻ്റെ ക്യൂട്ട് എൻ്റെ മോനെ കാണാൻ മോനെ അമ്മ നോക്കിക്കേ. പിന്നെ എൻ്റെ ലൈഫ് മുഴുവൻ നിനക്കൊണ്ടായിരിക്കും. നീ എവിടെ ജീവൻ. മേഘ താൻ റെസ്റ്റ് എടുത്തപ്പോൾ ഡെലിവറി കഴിഞ്ഞത് കുഞ്ഞിനെ അങ്ങോട്ട് താ. ഡോക്ടർ എനിക്കെടുത്താണ് ഇരുന്നിട്ടോ. മേഘ അത് പറ്റത്തില്ല, താനിപ്പോൾ റെസ്റ്റ് എടുക്കുക. താൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മണത്തിൻ്റെ അടുത്തോട്ടുണ്ടാകുന്നത്. അമ്മ മോനെ വെയിറ്റിംഗ് കേട്ടോ. മീൻസ് എൻ്റെ മോനെന്തേ എൻ്റെ അടുത്താണുണ്ട് മേഘ. പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പം കാണണം. മേഘ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അടുത്ത് കുഞ്ഞുണ്ട്. താനിപ്പോൾ ശാന്താവും, കുറച്ച് എൻ്റെ കുഞ്ഞിനെ കാണിക്കാം. പറ്റത്തില്ല, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞിനെ കാണണം. എൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്? മേഘ താൻ കരയാതെ. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് പറയാൻ എവിടാ താൻ? എൻ്റെ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് വാ. മേഘ ഞാൻ പറഞ്ഞ താൻ ശാന്തമായിട്ട് അയക്കണം. മേഘ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞിന് യഥാർത്ഥ അച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ സാർ ഇവിടെ വന്ന് കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ സാറിനോട് ഒരുപാട് പറഞ്ഞു. തന്നോട് കൂടെ അനുവാദം ചോദിക്കുകയും ഇപ്പോൾ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് കുഞ്ഞിനെ കൊണ്ട് പോയി. അയാൾ എന്നോട് ഇത്ര ചദ്യം ചെയ്ത് പോയിട്ട് കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി. മേഘ എനിക്കൊരു സഹിക്കാതിരപ്പുറമാണ്. മേഘ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഡോക്ടർ നിങ്ങളുടെ പടത്തിൽ തെറ്റാണ് എൻ്റെ പന്തിയാണ്. പിന്നെ മേഘ ഇത് കുഞ്ഞിൻ്റെ അച്ഛനാണ് ചെക്ക്. ഇത് താൻ എഴുതിച്ചിടുമ്പോൾ തൻ്റെ തരണമെന്ന് സാറ് പറഞ്ഞു. ഡോക്ടർ എനിക്ക് ചെക്ക് വേണ്ട, ഇത് അങ്ങേരെ തന്നെ കൊടുത്തേക്ക്. പിന്നെ അങ്ങേരെ കാണുന്ന കാര്യം പറഞ്ഞു. എന്നോട് ചെയ്തത് മുതൽ അങ്ങേരെ വയ്ക്കും. എൻ്റെ ജീവൻ എങ്ങനെ അകറ്റിയതിന് മേഘ താൻ ഡോക്ടർ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവനം എടുക്കാൻ പോകുന്നില്ല. എൻ്റെ മോന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ പോവാം. ഇല്ലെങ്കിൽ അവൻ അവൻ്റെ അമ്മ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ എന്തായാലും എൻ്റെ അടുത്തോട്ട് വരും. അതിലൂടെ ഞാൻ കാത്തിരിക്കാൻ പോവാം. മേഘ എനിക്ക് തന്നോട് എന്ത് പറയണമെന്ന് അറിഞ്ഞിടുക. ഡോക്ടർ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ പോവാം. എൻ്റെ മേഘ ഞാൻ എത്ര തവണ ഫോൺ ചെയ്ത് എന്തെടുക്കുക. സൂര്യയോട് ഞാൻ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് കേൾക്കാൻ. മേഘാന്ന് കരയായിരുന്നു. മേഘ ഞാൻ നിങ്ങളുടെ എത്ര നാളും പണ്ടുള്ള പഴയ കാലത്ത് കര എഴുതുന്ന. എനിക്കറിയാം മേഘ നിനക്ക് എന്തുമാത്രം വേദനയാണെന്ന്. പക്ഷെ മേഘ നീ കരഞ്ഞ് എൻ്റെ ആരോഗ്യം തന്നെ നീ നശിപ്പിക്കുന്നത്. വിദ്യ എനിക്ക് പറ്റത്തില്ല. വിദ്യ നിനക്ക് ദിവസത്തിന് പ്രത്യേക അറിയോ എൻ്റെ മറ്റു പറ്റയാ. എനിക്കറിയാം ഓരോ ബർത്ത്ഡേ എത്തുമ്പോൾ അവൻ്റെ ഒക്കെ എടുത്ത് നിന്ന് കേൾക്കുന്ന സണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അവനിപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ എവിടാന്നാണ് എനിക്കറിഞ്ഞൂടാ. അത് മാത്രം ഇപ്പം അവൻ എങ്ങനെ കഴിഞ്ഞിരിക്കുന്നെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. മേഘ എനിക്ക് നിൻ്റെ വിഷമം നല്ലോണം അറിയണം. അതുകൊണ്ട് നിൻ്റെ വിഷമം അതൊരു കാണിച്ച് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കുട്ടികൾക്ക് മിഠായി കേക്ക്സ് ഒക്കെ വാങ്ങിക്കൊടുക്കാം. എൻ്റെ പൊന്നു മേഘ മാഡം ഒന്ന് ചിരിച്ചൂടെ എന്നെങ്കിലും. ഇപ്പോഴേലും ചിരിച്ചില്ല. ഇനി എൻ്റെ മേഘ മാഡം ചെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ മുട്ടയും സിക്സ് വാങ്ങിക്കൊടുക്കേണ്ടത്. ചിരിനെ താഴെ നിൽക്കുന്ന ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് മേഘ. ഇവാൻ മോനെ നീതായിട്ട് ഒരുങ്ങിയില്ലേ? അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? ഇവാൻ മോൻ എനിക്ക് തന്നെ സങ്കടം മനസ്സിലാവും. പക്ഷെ നിന്റെ ഡാഡിയോട് നിന്റെ മമ്മിയെ കുറിച്ച് ചോദിച്ചാൽ നിന്റെ ഡാഡി എല്ലാം പറയുമോ? ഇവാൻ മോൻ എന്നിട്ട് ഒരുങ്ങില്ല. ഡാഡി ഇപ്പം വരുമല്ലോ. ആ സാറിനോട് വിളിച്ചിട്ട് അരമണിക്കൂർ എത്തുമെന്നായിരുന്നു. അല്ല മുമ്പേ പറഞ്ഞ് റെഡിയായിട്ട് ഒരു കാര്യമില്ലെന്നല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ വാ ഒരുക്കാം.
ആദ്യം ഇവാൻ റെഡിയായോ? യെസ് സർ, അതൊന്നും റെഡിയായി. ഇവാൻ, ഡാഡ മിസ് സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ സോ മച്ച് ഇവാൻ. ഇവാൻ ഇവന്റെ ഗിഫ്റ്റ് ഒക്കെ നാട്ടിൽ കൊണ്ടുപോയി. ലവ് യു ടു ഇവാൻ.